അപ്പോൾ ഇത് വെച്ചിട്ടാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. അത്ര നൈസാണ് കേട്ടോ. നമുക്കത് എന്താ വളയണുണ്ട്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് മുള വെട്ടുന്നത് ഇവിടെ നിന്ന് ഈ പറമ്പിൽ നിന്ന് അവിടെ ചേച്ചിയുടെ വീടിൻ്റെ താഴെയുള്ള പറമ്പാണ്. ഇത് കണ്ടോ, ഇത് മൂട്ടിപ്പഴമാണ്. ഇത് നമ്മുടെ ഈ വനത്തിലൊക്കെ കാണുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇതിപ്പോൾ പച്ചയാണ്. ഇതിവിടെ പഴുത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് ചേച്ചി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുളമാവിനടുത്തുള്ള ഉപ്പുകുന്നിലാട്ടോ. ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലാണ്. ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് ഈ പ്രദേശം അറിയപ്പെടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടുക്കി റൂട്ടിലൊക്കെ സഞ്ചരിക്കുന്നവർ ഇവിടെ വന്ന് വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയാണ് പോകാറുള്ളത് കേട്ടോ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മെയിനായിട്ടും ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടല്ല. കാരണം വെച്ചാൽ ഇവിടെ നേരത്തെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിന്ന് പോകുന്നത് ഉപ്പുകുന്ന് ഗ്രാമത്തിലേക്കാണ്. ഉപ്പുകുന്ന് ഗ്രാമത്തിൽ അധികം ആർക്കും അറിയാത്ത വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഒരു കാഴ്ചയുണ്ട്. അതിലേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയെന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ വ്യൂ പോയിന്റ് ഈ റോഡ് സൈഡിൽ നിന്നും കണ്ട് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇതുവഴി കുറേ ദൂരം മുന്നോട്ടേക്ക് നടക്കാട്ടോ. ഞാൻ രാവിലെ വന്ന സമയത്തൊക്കെ ഒത്തിരി പേര് ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു കോടയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു പ്രത്യേക ഒരു ഫീലാട്ടോ ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. ഈ വ്യൂ പോയിന്റിൽ എത്താനായിട്ട് നമ്മുടെ കുളമാവ് ഡാം കഴിഞ്ഞിട്ട് ചെറുതോണി ഇടുക്കി റൂട്ടിൽ വരുമ്പോഴത്തേനും പാറമട ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാറമട ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ഞാനിങ്ങനെ നടന്ന് ഒത്തിരി ദൂരം മുന്നോട്ടേക്ക് നടന്നു വന്നു കേട്ടോ. അവിടെയൊക്കെ ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ട്. എന്തായാലും അധികം ദൂരം പോകുന്നില്ല. ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടം വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതിനല്ലപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല. ഇവിടെ കൊണ്ട് തിരിയാണ്. ചെറിയൊരു വഴി അങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ വരെ ഉള്ളൂ. കുറേ ദൂരം നമുക്ക് അവിടുന്ന് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ പോരാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ കിട്ടണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ പാറകളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കി നിൽക്കണം, നല്ലൊരു എഡ്ജാണേ. അപ്പോൾ അത് അങ്ങ് ദൂരക്കാണ് എനിക്ക് തോന്നുന്നത് വാഗമൺ മലനിരകളൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മുടെ തൊടുപുഴയൊക്കെ വരുന്നത്. അങ്ങനെ വ്യൂ പോയിന്റിൻ്റെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളിനി ഉപ്പുകുന്ന് ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ കിടക്കുന്ന വഴി തന്നെയായിട്ട് പോകുന്നത്. ഇത് നേരെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പാറമട ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന വഴിയാണ്. ഇതിൽ നേരെ പോയാൽ നമുക്ക് ഉപ്പുകുന്ന്, പെരിങ്ങാശ്ശേരി, ചീനിക്കുഴി, ഉടുമ്പന്നൂർ വഴി തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഉപ്പുകുന്ന് ഗ്രാമത്തിലാണ്. ഉപ്പുകുന്ന് ഗ്രാമത്തിൻ്റെ അകത്ത് വേറെ ഒരു ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ ഒരു ഗ്രാമത്തിൻ്റെ പേരെന്ന് പറയുന്നത് മുളഗ്രാമം, ബാംബു വില്ലേജ്. അതായത് മുള കൊണ്ട് ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപ്പുകുന്ന് സിറ്റിക്ക് എത്തുന്നതിന് മുന്നെയാണ് ആ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സിറ്റി എന്ന് പറയുന്നത് ഇടുക്കിക്കാർക്ക് ഇപ്പോൾ ചെറിയ 1-2 പെട്ടിക്കടകളൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ചെറിയൊരു ജംഗ്ഷൻ വന്നാൽ അത് അവർക്ക് സിറ്റി കേട്ടോ. ഇടുക്കിയിൽ അങ്ങനെ ഒരുപാട് സിറ്റികളുണ്ടല്ലോ, അതാണ് സിറ്റി എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് ഉപ്പുകുന്ന് ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉപ്പുകുന്ന് സിറ്റിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളിമൂങ്ങ സിനിമയുടെ ലൊക്കേഷനാണ്. കണ്ടോ, ഈ ഒരു കടയൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ താഴേക്ക് കിടക്കണ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. നല്ല ഇറക്കമാണ്. അങ്ങനെ മേളിൽ നിന്ന് ആ ഒരു വഴി കുറച്ച് ദൂരം ഇറങ്ങി വന്നാൽ ഇങ്ങനെ ഒരു വീട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുളഗ്രാമത്തിൻ്റെ എല്ലാമായിട്ടുള്ള ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിയുടെ പേര് അംബുജൻ കേട്ടോ. ചേച്ചിയുടെ വീടാണ് അല്ലേ? പേരെന്താ? ഭാസ്കരൻ. ഓക്കെ. അപ്പം നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രോഡക്റ്റേ ഉള്ളൂ അല്ലേ? ഡൽഹിയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സരസ്മേളയും കൂടെ കഴിഞ്ഞപ്പോൾ സാധനം ആയില്ലേ. അപ്പം ചേച്ചി ഇതാണോ യൂണിറ്റ്? ഇത് എന്റെ സ്വന്തമായിട്ടുള്ള, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണം. ഞങ്ങൾക്ക് യൂണിറ്റ് വേറെ ഉണ്ട്, വനശ്രീ എന്ന് പറഞ്ഞ്. ഇത് പല്ലവി എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് 15,000 രൂപ കുടുംബശ്രീ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത. ഇവിടെ മെടച്ചിൽ അറിയുന്ന എല്ലാവർക്കും തന്നെ 15,000 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൊടുത്തേക്കുന്ന ഒരു 8-9 പേരുണ്ട്. അവർക്ക് 20,000 രൂപ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചടയ്ക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഇത് തുടങ്ങാനായിട്ട് അവർ തരുന്ന. ഇപ്പൊ ചേച്ചിയുടെ ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? ഇപ്പം ഞങ്ങളിപ്പോ ഇവിടെ 60 പേര് ഇതിന്റെ കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിസൺ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, ചെറുത് ATM-ന്റെ പോലെ. അത് എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിന്റെ തുടങ്ങിയത്. ആർട്ടിസൺ കാർഡ് കേന്ദ്ര സർക്കാരിന്റെ കാർഡാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സിബിഷന് പോകാം, പിന്നെ ഒരു സെമിനാറിന് പോകാം. സെമിനാറിന് പോയാൽ 1,000 രൂപയൊക്കെ നമുക്ക് കിട്ടും. രാവിലെ മുതൽ വൈകുന്നവരെ ഇവരുടെ ക്ലാസ് കേട്ടിരുന്നാൽ മാത്രം മതി. ഈ സ്ഥലം കള്ളിക്കൽ അല്ലേ? ഉപ്പുകുന്നിനടുത്ത് കള്ളിക്കൽ, ഇവിടെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലാട്ടോ. അപ്പം അംബേദ്കർ കോളനിയാണല്ലേ? അംബേദ്കർ കോളനി അല്ലേ? ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചേച്ചിയുടെ കൂടെ സഹായിക്കുന്നവരൊക്കെ ഇവിടെ തന്നെ ഉള്ളവർ തന്നെയാണോ? എല്ലാവരും ഇവിടെ ഉള്ളവരാ അല്ലേ? അത് നേരത്തെ ഇങ്ങനെ ചെയ്ത് പരിചയമുള്ളവരാണ്? ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. എത്ര വർഷമായി ഇപ്പം? എന്റെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ചെയ്യുന്ന. അമ്മയുടെ കൂടെ കുഞ്ഞതിലെ തൊട്ട് 5ാം ക്ലാസ് ഒക്കെ വെച്ച് ഞാനിത് ചെയ്യാൻ പോയിട്ട് എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? നമ്മൾ ഈ മുള വെച്ച് എല്ലാ സാധനവും ഉണ്ടാക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ 10-20 ബിരിയാണി കുറ്റി ബാംഗ്ലൂരിന് കയറ്റി അയച്ചായിരുന്നു. മുറം, കൊട്ട, അങ്ങനെ ഇത് ഉണ്ടോ. ഇതൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചെടുക്കാനുണ്ടോ.
ആ ഇത് നമ്മുടെ ഇല്ലിയല്ലേ അതോ നമ്മുടെ ഈറ്റയാണോ? ഈറ്റയാ അല്ലേ അല്ലേ? ഓക്കെ. ആ ഈ പടങ്ങളൊക്കെ ആരാ വരച്ചത്? ആ അതല്ലേ. ഓക്കെ. ചേച്ചിയുടെ മോളും ഉണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മൾ എക്സിബിഷനൊക്കെ വെക്കാനായിട്ടല്ലേ? ഇത് നമുക്ക് ഒരു എക്സിബിഷന് പോകുമ്പോഴത്തേന് ഇത് ആരെങ്കിലും വാങ്ങിയില്ലെങ്കിൽ നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ അതൊരു നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഓക്കെ. ഇത് എവിടുന്നാ ചേച്ചി കളക്ട് ചെയ്യണേ മുളയൊക്കെ? മുള നമുക്ക് ഇവിടെ നാട്ടിലുണ്ട്. ഉണ്ടോ? ഇവിടുന്ന്? ആ ഫോറസ്റ്റിന്റെ ഏരിയ ആണല്ലോ അല്ലേ? പിന്നെ നമ്മുടെ പറമ്പിൽ അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ചേച്ചി പറയുന്നത് എന്താ? കണ്ണാടിപ്പായ. കണ്ണാടിപ്പായ. ആ ഇതാണ് കണ്ണാടിപ്പായ എന്ന് പറഞ്ഞേ? അതിന്റെ മോഡലാണ് അത്. ആ ഓക്കെ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് സാധാരണ? ഇങ്ങനെ ഒരു അലങ്കാര വസ്തുവായിട്ടാണോ? ഇത് നമ്മൾ ഒരു സ്ക്വയറിന് 1000 രൂപ വിലയാ. ജിയോ ടാഗ് കിട്ടിയേക്കണ ഇതിന്. ആണോ? ഓക്കെ. ഇത് ഈ സ്ക്വയറില്ലേ ഒരുപോലെ തന്നെ വരണം. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ അളവ് കറക്റ്റ് അല്ലേ? എല്ലായിടത്തും തന്നെ വരണം. ഇത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റി മാറ്റി ഇടണം. ഈ ഡിസൈൻ എല്ലായിടത്തും വലിപ്പം. ഓ അതേട്ടോ, തുല്യമായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ. കണ്ണാടിപ്പായ എന്ന് പറഞ്ഞല്ലേ? ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇതിപ്പോ ഒരു അമൂല്യ വസ്തു ആറന്മുള കണ്ണാടിയില്ലേ, ശർക്കരയില്ലേ, മറയൂർ ശർക്കര, അങ്ങനെ ഇതിനും കിട്ടിയേക്കണ. ട്രൈബൽസിന് ആദ്യമായിട്ട് കിട്ടുന്ന സാധനം ഇത്. ഒരു 5 വർഷമായി ഇതിന്റെ KFRയാണ് ഇതിന്റെ പുറകെ നടന്നത്. കാട്ടിലെല്ലാം പോയി ഇതിന്റെ ഈറ്റ തന്നെ ഒരു 7 അടി നീളം കാണും, ഒരു മുട്ടിന് തന്നെ. അതിൽ നിന്ന് എടുക്കുന്നത് കരിമ്പുള്ളിയുടെ അടുത്ത് 1 പുളി 1-2 പുളിയെ എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കാൻ മാത്രം. ബാക്കി നമ്മൾ വേറെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കണം. അതെ. ഈ കണ്ണാടിപ്പായ നിർമ്മിക്കാനായിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 15 ദിവസം വേണം ഇത്ര ഉണ്ടാക്കാൻ വേണ്ടി. ഒരു സ്ക്വയർ ഫീറ്റ് അതിന്റെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ എഡ്ജസും എല്ലാം പ്രകാശം ഗ്ലെയർ അടിക്കണല്ലേ? നല്ല തിളക്കമുണ്ട് കണ്ണാടിപ്പായ എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു അമൂല്യ വസ്തുവായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് കല്യാണം, പിന്നെ കൊച്ചിന് ചോറ് കൊടുക്കാനൊക്കെ അല്ലേ, 28 കെട്ട് ചടങ്ങുകൾക്ക് വേണ്ടി. പിന്നെ ഇതൊരു വലുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ 10-30 ദിവസമൊക്കെ വേണം നമുക്കൊരു കിടക്കാനായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ വലുതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആവശ്യക്കാരുണ്ടോ? അതിലും ചോദിച്ചിട്ടുണ്ടോ? അതെ അല്ലേ? ഇത് കണ്ണാടിപ്പായാണോ? ഇത് കണ്ണാടിപ്പായ. ഇത് നമ്മള് ഇത് പൊളിയില്ലേ, ഇത് വലിയ പൊളി വെച്ച് ഉണ്ടാക്കിയേക്കണം. ഇതിങ്ങനെ ചെറുത് പൊളി വെച്ച് ഉണ്ടാക്കിയേക്കണ വില കൂടുതൽ വരണം. കട്ടിയും കുറവാണ്. കട്ടിയും കുറവാ. ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റും. ചുരുട്ടി പണ്ട് കാലങ്ങളൊക്കെ രാജാക്കന്മാര് വരുമ്പോഴത്തേന് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഫോറസ്റ്റുകാർക്ക് വരില്ലേ, അപ്പൊ അത് തമ്പുരാന്മാരെന്നല്ലേ പറയണേ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അമൂല്യ വസ്തുവായിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നേ കുഴലിനകത്തിട്ട്. അതെ അതെ. ഇതാണല്ലേ? ഇത് ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്കിത് മടക്കാൻ പറ്റും. പക്ഷെ ഇതിന് ട്രീറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ? ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ ആയിട്ട് തന്നെ അത് ഉണ്ടാക്കുന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ കൊട്ട ഇതൊക്കെ ഇത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ നെല്ല് അല്ലേ നെല്ല് കോരാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അന്നതൊക്കെ ഇപ്പോഴും ഉണ്ട്, എന്നാലും വളരെ കുറവാ. ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ പണ്ടുണ്ടായിരുന്ന അത്രയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഫ്രൂട്ട്സ് വെക്കാനുള്ളതൊക്കെ എല്ലാം മുള കൊണ്ടുണ്ടാക്കുന്നത്. പലതരത്തിലുള്ള കൂടകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന സമയം കറക്റ്റ് അല്ല, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നാണ് പറഞ്ഞേ. ഇത് ചൂല് ഇതെല്ലാം തീർന്നു. ഇത് ഈന്തിന്റെ അല്ലേ? ചിറ്റീന്തിന്റെ. ഞാന് പ്രകൃതിക്ക് ദോഷമില്ലാതെ ഇതിന്റെ മുളയുടെ കമ്പും ചകരിയുമാണ് ചുറ്റി, അതെല്ലാം തീർന്നു പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അപ്പൊ കൊണ്ടുപോയത് അവരെല്ലാം വാങ്ങി കാണാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. ഇത് നമ്മുടെ മലമ്പ്രദേശത്തൊക്കെ വളരുന്ന ചിറ്റീന്തെന്ന് പറഞ്ഞൊരു ഈന്ത് വർഗത്തിൽപ്പെടണം അല്ലെ? ഈന്തപ്പനയുടെ ഒക്കെ വർഗത്തിൽപ്പെടുന്ന ചെടിയുണ്ട്. അതിൽ നിന്ന് അതിന്റെ ഓല പൊട്ടിച്ചെടുത്ത് നിർമ്മിക്കുന്ന കേട്ടോ. ഈ എക്സിബിഷൻസ് ഒക്കെ എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ടക്ട് ചെയ്യണത്? നമ്മുടെ എക്സിബിഷൻ നമ്മളതില് പഞ്ചായത്തിലൊക്കെ അറിയിക്കും. അവര് വിളിക്കും ഇങ്ങനെ എക്സിബിഷൻ ഉണ്ട്, സരസ്മേള വരുവാണെങ്കിൽ അവർ അപ്പോഴേ അറിയിക്കും. ഈ ഭാഗത്ത് വെച്ച് വേറെ എവിടെ അറിയിച്ചില്ലെങ്കിൽ ആദ്യം എന്നെ വിളിച്ചറിയിക്കണം. അപ്പൊ ഞാൻ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഫോമൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മളതിൽ എടുക്കുന്നത് ഒരു ജില്ലയിൽ 7 പേരല്ലേ എടുക്കുള്ളൂ. അപ്പം ഒത്തിരി പേര് കാണും. നമ്മുടെ ഇടുക്കി ജില്ലയിൽ കുറച്ചാ ഉള്ളൂ ആൾക്കാർ. പിന്നെ തൃശ്ശൂരൊക്കെ 10-250 പേരൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ അവരില് നറുക്കിട്ടൊക്കെ എടുക്കണത്. ഇപ്പൊ ഞാൻ 4 മേളയ്ക്ക് പോയിട്ടുണ്ട്. മുളയുടെ കമ്പും മുളയൊക്കെ വെച്ച് നിർമ്മിച്ചതാണ്. നല്ല കാറ്റുണ്ട്.
കോട്ടയത്ത് വെച്ചൊരു ഫെസ്റ്റിന് പോയപ്പം 200-300 സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ 3ാമത്തെ സ്റ്റോളായിരുന്നു. അപ്പോഴത്തേനും അവര് ഇത് വന്ന് നോക്കിയിട്ട് പോയി, ഞാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് അത് അവിടെ എല്ലാം പോയിട്ട് പിന്നെ വന്ന് എന്റെ സ്റ്റോളിൽ നിന്ന് 3 വാങ്ങിക്കൊണ്ടു. ഇത് നമ്മൾ ഉണ്ടാക്കി തീരുന്നതിന് ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോകും. ഇത് അവിടെ വെച്ചുണ്ടാക്കുന്നതാണോ? ഇതിന്റെ കമ്പ് ഞാനിങ്ങനെ കൊണ്ടുപോകും, ബാക്കി നമ്മൾ അവിടെ പോയിട്ട് ഇതുണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോഴത്തേന് ആൾക്കാർക്കൊരു ഇത് കാണും, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണല്ലേ, ഇത് വേറെ എവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും നല്ലതാണ്. പിന്നെ കുട്ടികളും വരുന്നുണ്ട് കാണാനായിട്ട് ഇത് ഉണ്ടാക്കുന്നൊക്കെ. ഇത് മുളയെന്ന് കട്ട് ചെയ്ത് എടുക്കണ കേട്ടോ. അത് എന്നാന്ന് വെച്ചാൽ ഇതിന്റെ കട്ടിക്ക് എന്ത് കറക്റ്റ് ആണെന്നറിയോ, അത് അതിന്റെ വീതി അതെ അല്ലേ. നല്ല പണിയാട്ടോ, കാരണം ഇതിന്റെ ഒരു എല്ലാ സൈഡും നോക്കിയത് ഒരേ വണ്ണത്തിലും ഒക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് മുള കൊണ്ടുള്ള ഒരു ബാഗാണേ. ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്നല്ലേ? ഇങ്ങനെ തുറക്കാം. അതിൻ്റെ അകത്ത് ചെറിയൊരു ബാഗുണ്ട്. മുറുക്കാൻ ചെല്ലായിട്ട് ഉപയോഗിച്ചിട്ടിരുന്നാണോ? തായ്ലൻഡിൽ നിന്നാ? അങ്ങനെ അകലെ നിന്നൊക്കെ വരുന്നുണ്ട് ഓർഡർ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത്? ഓർഡർ നമുക്ക് അറിയുന്നവര് വിളിച്ചു പറയും, ഇന്ന സാധനം ഉണ്ടാക്കി തരാം. ഉള്ളിലെ സാധനമില്ലേ ഇത്, ഇത് കൊള്ളില്ല, ഇത് നമുക്ക് ഒന്നിനും കൊള്ളില്ലാത്ത സാധനം. ഇത് ചുമ്മാ ഇങ്ങനെ കളയണം. അകത്തെ പീസ് ഈ കട്ടിയുള്ളത് എടുക്കണേ അല്ലേ? ഇനി ഇതിന്റെ എടുക്കണത്. ശരി ശരി. അതിങ്ങനെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇങ്ങനെ കട്ടി കുറയ്ക്കാം. ഓ, അതിൽ നിന്ന് തന്നെ കുറെ ലെയർ ആയിട്ട് എടുക്കാം അല്ലേ? മറ്റേ നമ്മള് കണ്ണാടിപ്പായ ഉണ്ടാക്കുന്നില്ലേ, അതിന് ചുരുങ്ങിയതൊരു 3-4 എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ കരിമ്പള്ളിയുടെ അടുത്ത് വരുന്ന 1-2 മാത്രമേ എടുക്കുള്ളൂ കണ്ണാടിപ്പായ ഉണ്ടാക്കാൻ. അതെ അല്ലേ? ഏത് അവസാനത്തെ ഏറ്റവും അവസാനത്തെ ഇങ്ങനത്തെ കണ്ണാടിപ്പായ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന കേട്ടോ. ഭയങ്കര നൈസാട്ടോ, കട്ട് ചെയ്ത് പറഞ്ഞില്ല. അത് തന്നെ നല്ല അരവ. ചേച്ചി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഈ നെയ്ത്തൊക്കെ? ബാംഗ്ലൂര് ട്രെയിനിങ് കഴിഞ്ഞ NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, പിന്നെ KFRയില് ട്രെയിനിങ് കഴിഞ്ഞ, അങ്ങനെ കുറെ ട്രെയിനിങ് കഴിഞ്ഞു. ഞാൻ കുറെ പേർക്കും ഇവിടെയുള്ളവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കണം. മാക്സിമം അത് നൈസാക്കുവാണ് ചേച്ചി. അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആവും, അതുകൊണ്ട് അങ്ങനെ വളയണേ അല്ലേ കണ്ണാടിപ്പായ? നല്ല നൈസായി. എന്റെ പൊന്നു, ഒരു പേപ്പറിന്റെ കട്ടി. അതെ അതെ, നല്ല വ്യത്യാസമുണ്ട് രണ്ട് സൈഡും. അപ്പൊ ഇത് വെച്ചിട്ടാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. അത്ര നൈസാട്ടോ, നമുക്കത് എന്താ വളയണ ഉണ്ടോ? അത് വില കൂടുതലായതുകൊണ്ട് വാങ്ങിക്കില്ലല്ലോ. അപ്പൊ ഇത് വിദേശത്തുള്ളവരൊക്കെയാണ് ഇത് വാങ്ങിക്കാൻ. അത് ഇത്ര വില ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ളവർ വാങ്ങിക്കില്ല അല്ലേ? ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടേ, ഇത് ഇത്രയും ചെറുതുണ്ടാക്കുന്ന എന്നാത്തിനാന്ന്. പക്ഷെ ഇത് വലുതുണ്ടാക്കിയാലും മേടിക്കാൻ പറ്റില്ലല്ലോ, ഒത്തിരി 35-40 രൂപ ആകും വലുതൊരെണ്ണത്തിന്. പിന്നെ ഒരു സ്ക്വയറിന് 1000 രൂപ വിലയായി. ഇപ്പൊ ഞങ്ങള് 2 യൂണിറ്റാണ് എടുത്തേക്കണേ, വെൺമണി യൂണിറ്റും 31 യൂണിറ്റും. അപ്പൊ അവരും ഇപ്പൊ ഇതിന്റെ പുറകെയാണ്, ഈ കണ്ണാടിപ്പായ്ക്ക് തന്നെ. അപ്പൊ ഞങ്ങൾക്ക് പുറത്തോട്ടൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് കൊണ്ട് കാര്യമുള്ളൂ. ഇതിപ്പോ ഒരു 45,000 രൂപ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഒരു 2-3 ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുടുംബത്തിന് ഒരു വർഷത്തിനുള്ള ചെലവ് കഴിഞ്ഞു പോകും. ഇതൊക്കെ ഈ വേസ്റ്റ് പീസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഈ പായൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ വേസ്റ്റ് പീസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ഈറ്റേന്ന് ഇങ്ങനെ ചീകി എടുക്കുന്ന പൊടിയാണ് ഈ പൂവിന്റെ നടുക്കിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ ഇങ്ങനെയുള്ള പൂവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേസ്റ്റ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെന്താ ചേച്ചി ഇത്? ലാംപ് ഷെയ്ഡാണ് ഇത്. ബൾബൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ, ഇത് മൂട്ടിപ്പഴമാണേ. ഇത് നമ്മുടെ ഈ വനത്തിലൊക്കെ കാണുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇതിപ്പോൾ പച്ചയാണ്, ഇതിവിടെ പഴുത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് ചേച്ചി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് ഫോറസ്റ്റ് ആണിത്? അല്ലല്ലോ. അപ്പൊ ചേച്ചി മറ്റേ ഈറ്റ പറിക്കുന്നത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി അകലെയാണോ? ചേച്ചിയുടെ പറമ്പോട്ടോ, ഞാൻ ഫോറസ്റ്റ് നിന്ന്. അപ്പോൾ ഞങ്ങൾ മൂട്ടിപ്പഴം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ മൂട്ടിപ്പഴം എല്ലാ സീസണിലും ഉണ്ടോ? ഇല്ലില്ല. ആ, ഇതാണ് ഇപ്പോഴാണോ അതിന്റെ ടൈം? ആ ഏ കൊണ്ടുവന്ന മുളയായത്. അതെ അല്ലേ, നാടനല്ലല്ലോ. നാടനല്ല. ആ ഇതുകൊണ്ട് മുള നിൽക്കുന്നുണ്ട്. ആനമുള ഇത്രയും വലുതാവും, ഇത്ര വണ്ണം വെക്കൂ അല്ലേ? വണ്ണം വെക്കും. അത് നേരെ തന്നെ പോകും, മുള്ളൊന്നും ഇല്ലല്ലോ. ഇതാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ. ഓക്കെ ഓക്കെ, ആനമുള എന്ന് പറഞ്ഞൊരു ഇനമാണ്. ഇതിനിങ്ങനെ മുള്ളൊന്നും അധികം ഉണ്ടാവില്ല, ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വണ്ണം വെക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇവിടെ നട്ട് വെച്ചേക്കുന്ന കേട്ടോ, ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇത് ഞാൻ തന്നെ വന്ന് പറഞ്ഞ് കണ്ടുപിടിക്കില്ലായിരുന്നു. ഇതാ അല്ലേ? ഓ, ഇതിന്റെ മണ്ട വരെ ഉണ്ടായിരുന്നു, എന്നിട്ട് ആരും വന്ന് മുഴുവൻ പറിച്ചുകൊണ്ട്. അവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞേ. അതെല്ലാം പറിച്ച് ഇട്ടിട്ട് അതെ അല്ലേ, മൊത്തം ഉണ്ടായിരുന്നോ? ഇത് ഈ തടിയെല്ലാം ഉണ്ടാവുള്ളൂ. ഇതിന്റെ പൂവിനൊരു മരം താഴെ നിൽക്കുന്നുണ്ട്, അതിന് പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ മൂട്ടിപ്പഴം കാണാത്തൊരു കണ്ടോട്ടെ. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന പറഞ്ഞേ. 150 രൂപ വിലയുണ്ട്. അതെയോ, കിലോയ്ക്ക്? എന്തോ മരുന്ന് എന്താന്നറിയില്ല. ഇത് എവിടെ വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം എടുക്കണുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇത് മുഴുവൻ പറിച്ചുകൊണ്ടുപോയത്. ഇവിടെ ഒന്ന് എടുക്കുവോ? ഇവിടെ അല്ല, എവിടെയായിരുന്നു, കരിമ്പലങ്ങാടോ. അവിടെ കൊണ്ട് കൊടുക്കണം അല്ലേ? നല്ല രസമാണ്. ഇതിലും കളർ വെക്കില്ലേ ജി? നല്ല റെഡ് കളറാവും കേട്ടോ. ഇതിപ്പോ ഇത് കഴിക്കുന്നതാണോ? അതെ അല്ലേ? അതെ, മധുരം വെക്കുവോ? അതെ. ഇതെങ്ങനെ കഴിക്കണേ? പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കഴിക്കണം. ഒന്ന് പൊട്ടിച്ചേട്ടാ. നല്ല തോട് നല്ല കട്ടിയുണ്ടല്ലേ? ഓ, അതിൻ്റെ അത് കായുണ്ടല്ലേ? നല്ല പുളിയാ, നല്ല പുളിയാ. നമ്മുടെ കൊടംപുളി ആ സെയിം ടേസ്റ്റ് അല്ല, അതിന് ടേസ്റ്റ്. അതെ അല്ലേ? അയ്യോ, നല്ല പുളിയാട്ടോ. പക്ഷെ കളർ പ്രത്യേക ടേസ്റ്റ്. കൊടംപുളി ഇതൊക്കെ പിന്നെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് മുള വെട്ടുന്നത് ഇവിടെ നടി പറമ്പിൽ നിന്ന്, നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ താഴെയുള്ള പറമ്പാണ്. ഇവിടെ നമുക്ക് കാണാം ഇഷ്ടം പോലെ മുളം കൂട്ടങ്ങൾ. ഇത് ഈ ആനമുള എന്ന് പറഞ്ഞാൽ, അതായത് മുള്ളില്ലാത്തത് അല്ലേ? ആനമുളയുടെ ചെറിയ ആനമുളയ്ക്ക് ഇതിന് വണ്ണമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപം കേട്ടോ. പുട്ടുകുറ്റിയൊക്കെ ഉണ്ടാക്കാൻ അല്ലേ? പുട്ടുകുറ്റിയും ബിരിയാണി കുറ്റിയൊക്കെ നിർമ്മിക്കാനായിട്ട് എടുക്കുന്ന മുളയാണ്. ഇതിപ്പോൾ അങ്ങ് ആ പറമ്പിൽ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടേ. ഇതിങ്ങനെ ഇതുണ്ട്, ഇത് മുളച്ച് വരുന്നതുണ്ടോ, മുളം കൂമ്പ്. ഈ മൂപ്പ് നോക്കിയിട്ടാണ് വെട്ടണല്ലോ. ഈ വെള്ള ഇത് മൂത്തല്ലോ. ഇത് ഉപയോഗിക്കാം, എത്ര മൂത്തില്ല. ഇത് ഒട്ടും മൂക്കാത്ത. ഇത് ഈ വെള്ള കാണുന്നത് മൂപ്പ് കുറവാട്ടോ. ഈ കരിമ്പച്ച കളർ കാണുന്നത് ഇതാ ഇവരെടുക്കുന്നത്. ശരിക്കും ഒരു വനാന്തരീക്ഷം കേട്ടോ. ആ ചീവിയുടെ കരയുന്നൊക്കെ എന്നാ സൗണ്ടാ. എന്ത് ലൗഡായിട്ടെന്ന് പറയാം, ഒരു പ്രത്യേക രസമായിട്ടോ അത് കേൾക്കാൻ. അപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് ഈറ്റ നിൽക്കുന്നത്. വേണ്ട, ഈറ്റയൊക്കെ നമുക്ക് അവിടെ കാണാം. ഇവിടെ നിന്നൊക്കെയാണ് ഇവർ ഈറ്റയൊക്കെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് യൂണിറ്റ്, വനശ്രീ എന്ന് പേരുള്ള യൂണിറ്റ് കേട്ടോ. ഇവിടെയാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നേരം വന്നാൽ കേട്ടോ. ഈ വഴി വൈശാലിയിലേക്ക്, നമ്മുടെ ഇടുക്കി വൈശാലിയില്ലേ, വൈശാലിയിലേക്ക് പോകുന്ന വഴിയാണ് ആ ഓഫ് റോഡ് എടുക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, നമുക്ക് ഇടുക്കി റൂട്ടിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യൂണിറ്റ് വനശ്രീ. ഇപ്പോൾ ഇവിടെ നിലവിൽ പ്രോഡക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ടൈമല്ല. നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ മെഷീനറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് സാൻഡ് ചെയ്യാനായിട്ട്, ബാമ്പു സാൻഡ് ചെയ്യാനുള്ള മെഷീനാണ്. ഇതോരോ ഡിസൈനൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള മെഷീനൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഡ്രയർ കാണാം. ഇതൊക്കെ ബാമ്പു ഡ്രൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അകത്ത് കയറി നോക്കാം. ചേട്ടൻ്റെ പേരെന്താ? സുനിൽ. അപ്പം ഇവിടെ ഇപ്പം എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ ഇരിപ്പുണ്ടോ? ചെറിയ ചെറിയ പ്രോഡക്റ്റുകളുള്ളത്. ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ താഴെ കണ്ടതുപോലെ കൊട്ട, അതുപോലെ കണ്ണാടിപ്പായ, ഇത്
ലാം ഷെയ്ഡ് ആട്ടോ, തവികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് മറ്റേ ആറന്മുള കണ്ണാടി ഷേപ്പിൽ ഉണ്ടാക്കിക്കുന്നതല്ലേ? ഒന്ന് കാണിക്കാറുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത്? ഇത് റേറ്റ് പറഞ്ഞ് നമ്മളിത് സ്വന്തം ഐഡിയയിലൊന്നും ഉണ്ടാക്കിയുള്ളൂ, അപ്പൊ റേറ്റ് ആയിട്ടില്ല. ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കാണുമ്പോ ഓർഡർ ഒക്കെ വന്നാൽ ചെയ്ത് കൊടുക്കും അല്ലേ? ഓർഡർ വന്നാൽ ചെയ്ത് കൊടുക്കും. നല്ല സ്ഥലം പണിയുണ്ട്. ഇവിടെ എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ 27 വരെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ടൈം ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല, ഇപ്പൊ അടുത്ത മാസം തൊട്ട് തുടങ്ങും. അപ്പൊ ഇതാണ് ചേച്ചി പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഈ കണ്ണാടിപ്പായ നിർമ്മിക്കാനായിട്ട് ഇവർക്ക് കിട്ടിയ പൈതൃക പദവിയാണല്ലോ, അപ്പൊ അതിന് കിട്ടിയേക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് നിലവില് നമ്മുടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയല്ലേ? ട്രൈബൽസിന് ആദ്യമായിട്ട് കിട്ടുന്നത്. പ്രായമായ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, ചെറുപ്പക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്ക് ഇതൊരു മുതൽക്കൂട്ടാകും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഉപ്പുകുന്ന് ഗ്രാമത്തിൻ്റെ സ്വന്തം മുള ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. ഈ മുള ഗ്രാമം എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ അവിടെ ആ ഒരു പ്രദേശമൊക്കെ കുറേ കുടുംബങ്ങളിലിരുന്ന് ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്, കുറേ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് മുള ഗ്രാമം അല്ലെങ്കിൽ ബാംബു വില്ലേജ് എന്നൊക്കെ പറയുന്നത്. ഏതായാലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പം തുടർന്നും അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.